18,000 ശ്ലോകമായി മാറിയിരിക്കാം. മാത്രമല്ല ഓരോ ശ്ലോകത്തിനും പ്രഭുപാദർ ഒരു പേജ് വ്യാഖ്യാനവും കൂടെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ശ്ലോകത്തിനെ എടുത്ത് ഹരേ കൃഷ്ണ ഭക്തന്മാർ 1 മണിക്കൂർ പ്രസംഗിക്കുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ ഭാഗവതം വായിച്ചില്ല, അഥവാ മരണം സംഭവിച്ച് 2-3 തലമുറയ്ക്ക് ശേഷം ജനിച്ചാൽ ഈ 18,000 ശ്ലോകം എന്ന് പറയുന്ന ഭാഗവതം ഇതിനേക്കാളും വലുതായിരിക്കും. അത് കാരണം നേരത്തെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ ഭാഗവതത്തിന്റെ പശ്ചാത്തലം എന്താന്ന് വെച്ചാൽ, ഈ ഋഷിമാർ ഇവർ എല്ലാവരും തന്നെ മുമുക്ഷികളാണ്. അതാണ് അന്നത്തെ ഭാഗവത ചർച്ചയ്ക്കും ഇന്നത്തെ ഭാഗവത ചർച്ചയ്ക്കും വ്യത്യാസമുള്ളത്. അന്നത്തെ ഭാഗവത ചർച്ച നൈമിഷാരണ്യത്തിൽ നടക്കുമ്പോൾ 16,000 ഋഷിമാർ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ മോക്ഷം ആഗ്രഹിച്ചു കൂടിയവരാണ്. ഇവിടെ എത്ര പേരാണ് മോക്ഷം ആഗ്രഹിച്ചു കൂടിയവർ? എത്ര പേര് മാമ്പഴ പുളിശ്ശേരി ആഗ്രഹിച്ചു കൂടിയവർ? നമ്മളൊന്നും അത്ര മോക്ഷം ആഗ്രഹിച്ച് വലിയ സീരിയസ് ഒന്നുമല്ല. എന്തെങ്കിലും ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഭക്തിയും കൂടെ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നവരാണ്. അല്ല, ഇന്ന് തന്നെ തിരിച്ചു വൈകുന്നേരം ഭഗവാന്റെ അടുത്ത് പോകാൻ എത്ര പേര് തയ്യാറാണ്? കാരണം ഇതൊന്നും നടക്കില്ല എന്ന് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ നൈമിഷാരണ്യത്തിൽ കൂടിയ ഋഷിമാരെല്ലാം മുമുക്ഷുവികൾ. അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? മോക്ഷം. ഭൗതിക കൽമഷമില്ലാത്തവരാണ്. നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ പുസ്തകം തുറന്ന് ആ ചട്ട കവർ അകത്ത് നോക്കിയാൽ മനസ്സിലാകും. പരീക്ഷിത് രാജാവും ശുകമഹർഷിയും ചർച്ച ചെയ്യുന്നു. അവിടെ ഇരിക്കുന്നത് മുഴുവനും ഋഷിമാരാണ്. ആ പെയിന്റിങ് അത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ഭാഗവതത്തിന്റെ ഫസ്റ്റ് കപ്പിലെ അതിനകത്ത് സ്ത്രീകളോ കുട്ടികളോ ആരെയും കാണാൻ പറ്റില്ല. പക്ഷേ പ്രഭുപാദരുടെ കൃപ ഇന്ന് സാധാരണക്കാർക്കും ഭാഗവതം ചർച്ച ചെയ്യുന്ന ഒരു അവസരം ലഭിച്ചു. പണ്ട് അങ്ങനെയല്ല. ആ ഭാഗവത ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 6 ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് 6 ചോദ്യവും വിശദീകരിച്ച് 6 ചോദ്യം പറഞ്ഞ് ഒരേ ഒരു ചോദ്യം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ഈ 6 ചോദ്യങ്ങൾ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് ഏറ്റവും ഉന്നതമായ മാനവരാശി ചെയ്യേണ്ട ഏറ്റവും ഉന്നതമായ കർമ്മം എന്താണ്? ആദ്യത്തെ ചോദ്യം. മാനവരാശിയുടെ ഏറ്റവും ഉന്നതമായ കർമ്മം എന്താണ്? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് അനേകം ശാസ്ത്രങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസമുണ്ട്, രാമായണം, മഹാഭാരതമുണ്ട്, ഭാഗവതം, 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ. ഇത് എല്ലാം ഒരു മനുഷ്യായുസ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റില്ല. ഭാഗവതത്തിന് 12 പുസ്തകം, 18,000 ശ്ലോകം. അതേപോലെ ചില ഗ്രന്ഥങ്ങളൊക്കെ 1,00,000 ശ്ലോകം, ചിലത് അതിലും കൂടുതൽ. ഇതൊക്കെ ഒരു മനുഷ്യ ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ സാരം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, പരമസത്യമായ ഭഗവാൻ എന്തിന് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ജനിച്ചു? മൂന്നാമത്തെ ചോദ്യം, പരമസത്യമായ ഭഗവാൻ എന്തിന് ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി ജനിച്ചു? നാലാമത്തെ ചോദ്യം, പുരുഷ അവതാരങ്ങൾ, പ്രപഞ്ചത്തിന് വെളിയിൽ നടന്ന അവതാരങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിനകത്ത് ഭഗവാൻ എടുത്ത ലീലാവതാരങ്ങൾ.
ആറാമത്തെ ചോദ്യം, ദ്വാപരയുഗത്തിൽ ഭഗവാൻ തിരോധാനം ചെയ്തതിനു ശേഷം ധർമ്മം എവിടെ പോയി? ധർമ്മം ആരെയാ ആശ്രയിച്ചത്? ആദ്യം തൊട്ട് നോക്കാം. ഒരു 6 ചോദ്യങ്ങൾ പറയുന്നു, ഇവിടെ പണ്ഡിതരായോ നോക്കാം. ആദ്യത്തെ ചോദ്യം, മാനവരാശിയുടെ ഏറ്റവും ഉന്നതമായ ധർമ്മം. രണ്ടാമത്തത്, ശാസ്ത്രങ്ങളുടെ സാരം. 3, വസുദേവനെ എന്തിനാ ഭഗവാൻ ജനിച്ച? 4, പുരുഷാവതാരം, പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള പുരുഷാവതാരം. 5, പ്രപഞ്ചത്തിന്റെ അകത്ത് ഭഗവാൻ എടുത്ത അവതാരം. 6, ഈ 3 പേര് മാത്രം പറയാതെ എനിക്ക് ബാക്കിയുള്ള ഭഗവാൻ തിരോധാനം ചെയ്തതിന് ശേഷം ധർമ്മം എവിടെ പോയി ശരണം പ്രാപിച്ചു? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഋഷിമാര് ചോദിക്കുന്നു, സൂത പൗരാണികൻ ഉത്തരം പറയുന്നു ഭാഗവതർ. പക്ഷേ ഈ 6 ചോദ്യങ്ങളിൽ 4 ചോദ്യം നേരിട്ട് കൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. അതിൽ നിന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം പരമമായ ദൈവം ആരാണ്? കൃഷ്ണൻ. ഋഷിമാർ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, മാനവരാശിയുടെ ഉയർന്ന ധർമ്മം എന്താണ്? സൂത പൗരാണികൻ മറുപടി പറയുന്നു, അല്ലെങ്കിൽ ശുഗമഹർഷി മറുപടി പറയുന്നു, കൃഷ്ണ ഭഗവാനെ സേവിക്കുക. ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്? അടുത്ത ഉത്തരം പറയുന്നു, കൃഷ്ണ ഭഗവാനെ സേവിക്കുക. 3ാമത്തെ ചോദ്യം, ദേവകിയും വസുദേവരുടെയും പുത്രനായി ഭഗവാൻ, അതും ഭഗവാനെ കുറിച്ചുള്ള ചോദ്യം. 6ാമത്തെ ചോദ്യം, കൃഷ്ണൻ തിരോധാനം ചെയ്തതിന് ശേഷം ധർമ്മം എവിടെ ആശ്രയിച്ചു? ഈ ഭാഗവത ചർച്ചയാണെങ്കിലും ഈ ചോദ്യങ്ങൾക്കൊക്കെ നേരിട്ട് കൃഷ്ണ ഭഗവാൻ സംബന്ധമായ ആൻസർ. അതുകൊണ്ട് ശരിക്കും മനസ്സ് വെച്ച് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാൽ പരമദിവ്യോ, വേറെ ഈശ്വരനില്ല. അത് ക്ലിയറാണ്. ഭാഗവതം തുടങ്ങുന്ന ഒരാൾക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഋഷിമാര് ചോദിക്കാം, മാനവരാശിയുടെ ഉയർന്ന ധർമ്മം എന്താണ്? ഉടനെ മറുപടി വരുന്നത്, കൃഷ്ണനെ സേവിക്കണം. ശാസ്ത്രങ്ങളുടെ അർത്ഥം എന്താണ്? ശാസ്ത്രങ്ങളുടെ സാരം എന്താണ്? കൃഷ്ണനെ സേവിക്കണം. ഉടനെ അടുത്ത ചോദ്യം, കൃഷ്ണ ഭഗവാൻ, ആ പരമസത്യമായ കൃഷ്ണ ഭഗവാൻ എന്തിന് ദേവകി വസുദേവരുടെ പുത്രനായി ജനിച്ചു? പിന്നെ അവതാരങ്ങൾ. അവസാനത്തത് വീണ്ടും കൃഷ്ണ ഭഗവാൻ. കൃഷ്ണ ഭഗവാൻ തിരോധാനം ചെയ്തതിന് ശേഷം ധർമ്മം എവിടെ? ഈ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഏത്? ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ട് 6ാമത്തെ ചോദ്യം മാത്രം നമ്മളിപ്പോ ചർച്ച ചെയ്യും. എന്താണ് 6ാമത്തെ ചോദ്യം? ഭഗവാൻ തിരോധാനം ചെയ്തതിന് ശേഷം ധർമ്മം എവിടെ ആശ്രയിച്ചു? ഇപ്പൊ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കാം. നമ്മൾ ഈ ധർമ്മം, സനാതന ധർമ്മം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, ഈ വാക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. എന്നാലും നമ്മുടെ സങ്കല്പം അനുസരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കൽ അനുസരിച്ച് ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഒരു 3-4 പേര് ഒരു വരിയിൽ ഉത്തരം പറയുക. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? IAS പരീക്ഷയൊന്നുമല്ല. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അതാണ് ധർമ്മം. ഓക്കെ, ഇതിപ്പോ ഏകദേശം എല്ലാരും ഇസ്കോൺ ഡിവോട്ടി ആയതുകൊണ്ട് ഇവരിങ്ങനത്തെ ആൻസറേ പറയും. ഇപ്പൊ നമ്മൾ വെളിയിൽ ഇറങ്ങി ചോദിക്കാം, ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? നാട്ടുകാരെന്ത് പറയും? കുടുംബം നോക്കുക, കുഞ്ഞുങ്ങളെ നോക്കുക, രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്യുക. ഇപ്പൊ അതെല്ലാം തെറ്റാണോ? ആ മറുപടികൾ തെറ്റാണോ? അല്ല, ആ മറുപടിയും ശരിയാണ്. പക്ഷെ നമ്മൾ ഭക്തരായതുകൊണ്ട് നമുക്കെല്ലാം നേരത്തെ തന്നെ ഈ ആൻസർ മനസ്സിലായി. അവര് ഈ 2 കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ പോയിരിക്കുന്ന പോലെ, വെളിയിലുള്ള ആൾക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതെ പരീക്ഷയിൽ പോയിരിക്കുന്ന കുട്ടികളാണ്. ഇതെല്ലാം വന്ന് നേരത്തെ കള്ളത്തരത്തിൽ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി വന്ന് പരീക്ഷയിലിരിക്കുന്നത്. അപ്പൊ ആര് പരീക്ഷ കോൺഫിഡന്റ് ആയിട്ട് എഴുതും?
പക്ഷെ പുറം ലോകത്തുള്ളവർക്ക് അറിയില്ല. അപ്പോ ഒരിക്കൽ ഭഗവാൻ എല്ലാ വിഭാഗങ്ങളും ദേവന്മാർക്ക് വീതിച്ചു കൊടുത്തു. ലക്ഷ്മിക്ക് ധനം, സരസ്വതിക്ക് വിദ്യ, ഇങ്ങനെ പല പല വിഭാഗങ്ങളുണ്ടല്ലോ. ആയുർവേദം, അങ്ങനെ എത്രയോ, വെള്ളം, വരുണൻ, കാറ്റ്, അഗ്നി. ഭഗവാൻ എല്ലാ ദേവഗണങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റും വീതിച്ചു കൊടുത്തു. അവസാനം ഒരു ഡിപ്പാർട്ട്മെന്റ് ബാക്കി ഉണ്ടായിരുന്നു, ധർമ്മം. ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് വെച്ചാല് മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ എണ്ണച്ചട്ടിയിലിട്ട് പൊരിക്കണം, വറക്കണം. പലിശയ്ക്ക് കൊടുത്ത് അമിതമായി പലിശ മേടിക്കുന്നവരെ തുന്നൽ മെഷീനിലിട്ട് തയ്ക്കണം. ഇങ്ങനത്തെയൊക്കെ ഇതൊരു സേവനമാണ്, നരകലോകത്തിനെ മാനേജ് ചെയ്യുന്ന സേവനം. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഈ സേവനം നിങ്ങളിൽ ആര് ഏറ്റെടുക്കാൻ തയ്യാർ? ഒരു മനുഷ്യർ കൈതൂക്കിയില്ല. ആൾക്കാരെ എണ്ണച്ചട്ടിയിട്ട് പൊരിക്കുക, വറക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ആരും കൈ തൂക്കിയില്ല. പക്ഷെ ആ സമയത്ത് ഒരു പരമസാധു, പരമവൈഷ്ണവൻ, ലൈഫിൽ ഒരാളെ പോലും ഹൃദയം വേദനിക്കുന്ന പോലെ ഒരു അക്ഷരം ഇനി ഒരാളുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തി, നമ്മളെ പോലെ, അങ്ങനത്തെ ഒരു പരമസാധു. അദ്ദേഹം അന്ന് മീറ്റിങ്ങിന് അല്പം ലേറ്റായി വന്നു. എനിക്ക് തോന്നുന്നു അയാൾ ഇസ്കോണ്ടി പോയി, കുറച്ച് താമസിച്ചു വന്നു. ഉടനെ ഭഗവാൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ പേര് ധർമ്മരാജൻ, 12 മഹാജനങ്ങളിൽ ഒരാള്, പരമ വൈഷ്ണവൻ, ഒരാളെ പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തി. അദ്ദേഹം കടന്നു വന്നപ്പോൾ ഭഗവാൻ ചോദിച്ചു, ധർമ്മരാജ, ഒരു സേവനം നിനക്ക് ബാക്കിയുണ്ട്, നീ ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം വിനയത്തോട് ഭഗവാൻ എന്ത് സേവനം പറഞ്ഞാലും ഞാൻ ചെയ്യാം എന്ന് മറുപടി പറഞ്ഞു. ആ ധർമ്മരാജന് എന്ത് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു? കർമ്മം. ആൾക്കാരെ എണ്ണച്ചട്ടിയിലിട്ട് പൊരിക്കുക, തുന്നൽ മെഷീനിലിട്ട് തയ്ക്കുക. അദ്ദേഹം പേടിച്ചു പോയി, ഭഗവാനെ, എൻ്റെ സ്വഭാവം ഇതല്ല. ഞാൻ ഹരേ കൃഷ്ണക്കാരനാണെങ്കിലും നല്ല ഹരേ കൃഷ്ണക്കാരൻ, നോർമലി കാണുന്ന പോലെ അല്ല. ഞാൻ ആരെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, ഒരുത്തർക്കും ഒരു ദോഷം വിചാരിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ ആൾക്കാരെ എല്ലാം നരകത്തിലിട്ട് ശിക്ഷിക്കും? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, നീ ഉത്തരവാദിത്വം എടുത്തോ, നിന്നെ ആരും തടസ്സപ്പെടുത്തില്ല. നീ എടുക്കുന്ന തീരുമാനം അന്ത്യമായ തീരുമാനം, ഒരുത്തരും വന്ന് ചോദ്യം ചോദിക്കില്ല. എന്തിനാ? ഞാൻ പോലും നിന്റെ സേവനത്തിൽ വന്ന് കൈകടത്തുകയില്ല. പക്ഷേ കഴുത്തിൽ തുളസിമാലിട്ട ആൾക്കാർ, നെറ്റിയിൽ തിലകം ചാർത്തിയവർ, ജപമാല കയ്യിൽ പിടിച്ച് ഉറങ്ങുന്നവർ, അവരെയൊക്കെ വിട്ടേക്ക്. ബാക്കിയുള്ളതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. എത്ര പേര് ലീല ചെയ്തിട്ടുണ്ട് ജപമാല കയ്യിൽ പിടിച്ചു? എല്ലാവരും ചെയ്തു. ഇവരെ എല്ലാം വിട്ടേക്ക്, ബാക്കിയുള്ളവരെല്ലാം പിടിച്ചോണ്ട് പോകാൻ പറ്റും. അങ്ങനെ ധർമ്മരാജൻ എന്ത് ചെയ്തു? തൻ്റെ ഓഫീസിലേക്ക് പോയി. പാതാള ലോകങ്ങളിൽ തൻ്റെ ഓഫീസിൽ ചെന്ന് ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ധർമ്മരാജൻ യമരാജനായി മാറി. ധർമ്മരാജൻ എന്ന് പറയുന്നത് പരമ വൈഷ്ണവ രൂപം, യമരാജൻ എന്ന് പറയുന്നത് ആൾക്കാരെ പണിഷ്മെന്റ്, അതൊരു പ്രത്യേക വേഷമാണ്. അദ്ദേഹത്തിന് 2 അസിസ്റ്റന്റുമാര് 2 സൈഡും, കാലവും മൃത്യുവും. ഇവരെപ്പോഴും കൂടെ വരും അദ്ദേഹത്തിന് കൂടെ 2 പേര്. ആരൊക്കെയാ? കാലവും മൃത്യുവും. അങ്ങനെ അദ്ദേഹം ചെന്ന് ജോലി ഏറ്റെടുത്തു. അതും ഭഗവാന്റെ സേവനമാണ്. അപ്പൊ അദ്ദേഹം കൃത്യമായി തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? രാജൻ. അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഒരു രാജകുമാരി കുളക്കടവിൽ കുളിക്കാൻ പോയി. തന്റെ ആഭരണങ്ങളെല്ലാം ഇതില് അവിടെ ഊരി വെച്ച് എല്ലാം അഴിച്ചു വെച്ചു. കുളക്കടവിൽ കുളിക്കാൻ പോയപ്പോൾ എവിടെന്നോ വന്ന കള്ളന്മാർ ഈ ആഭരണവും മോഷ്ടിച്ചുകൊണ്ട് ഓടി. അപ്പോ രാജ്ഞിയുടെ കാവൽക്കാരന്മാർ ഈ കള്ളന്മാരെ പിടിക്കാൻ പുറകെ ഓടി. ഈ കള്ളന്മാരെന്ത് ചെയ്തു? ഭയന്ന് ഓടി. പിടികൂടുമെന്നായപ്പോ അവിടെ ഒരു ഋഷി ഇരുന്ന് തപസ്യ ചെയ്യുന്ന കുടിലിനകത്ത് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു.
അവിടെ ഒരു മഹർഷി മാണ്ഡവ്യ മുനി അവിടെ ഇരുന്ന് തപസ്യ ചെയ്തുകൊണ്ടിരിക്കുക. കാവൽക്കാരന്മാർ വന്ന് മാണ്ഡവ്യ ഋഷിയെ ബന്ധിച്ചെടുത്തോണ്ട് പോയി. മാണ്ഡവ്യ ഋഷിയാണോ മോഷ്ടിച്ചത്? അദ്ദേഹത്തിന് പിടിച്ചോണ്ട് പോയി. രാജാവിന് വളരെ ദേഷ്യം തോന്നി. ഇങ്ങനെ ഒരു യോഗിമാരുടെയും ഋഷിമാരുടെയും വേഷം ധരിച്ചിട്ടാണോ അങ്ങ് ഈ കള്ളത്തരമൊക്കെ ചെയ്യുന്നത്? മഹാമോശം എന്ന് പറഞ്ഞ് ആ മാണ്ഡവ്യ ഋഷിയെ കൊന്നു. എങ്ങനെ കൊന്നു? ഒരു വലിയ ആണി, ഇരുമ്പ് ആണിയിൽ ഈ ഋഷിയെ കയറ്റി പിടിച്ച് ഇരുത്തി ആണി ദേഹത്ത് തുളച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മാണ്ഡവ്യ ഋഷി നേരെ ചെന്ന് യമരാജന്റെ കോളറിൽ വിളിച്ചു. ഞാൻ എന്ത് പാപം ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്ത് പാപം ചെയ്തിട്ടാണ് എന്നെ നരകത്തിലേക്ക് കൊണ്ടുവന്നത്? അപ്പൊ മാണ്ഡവ്യ ഋഷി, യമരാജൻ പറഞ്ഞു, മാണ്ഡവ്യ ഋഷി എടുത്ത്, ഋഷി അങ്ങ് 5 വയസ്സ് ബാലനായിരുന്ന സമയത്ത് ഈ ചിത്രശലഭം, ഈ ഗ്രാസ് ഹോപ്പർ ഇല്ലേ, എന്താ പറയാ, എന്താ പറയാ, അല്ല എന്തോ പറഞ്ഞല്ലോ, ഈ സാധനം പച്ചത്തുള്ളൻ ഏതോ അതിനെയൊക്കെ പിടിച്ച് കുഞ്ഞായിരുന്ന സമയത്ത് ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ ഇതിനെയൊക്കെ പിടിച്ച് കളിച്ച് സൂചിയും നൂലും കൊണ്ട് ഇതിനെ തച്ചെടുക്കും. ആരും സങ്കടപ്പെടണ്ട, ഇത് നമ്മൾ എല്ലാരും ചെയ്തിട്ടുള്ളത്. എത്ര പേര് കുഞ്ഞായിരുന്നപ്പോ ബട്ടർഫ്ലൈയെ പിടിച്ച് എന്ത് ഒന്നിനെയും കൊന്നിട്ടില്ല? അപ്പൊ ജന്മനാ വെജിറ്റേറിയൻ ആയിരുന്നു. ഉള്ള കോഴി കുറുക്കനെ എല്ലാം വെട്ടി തിന്നിട്ട് കുഞ്ഞിനെ പിടിച്ചിട്ടില്ലേ? അതാ ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ ബട്ടർഫ്ലൈ പിടിച്ച് കളിക്കൂലേ? ബട്ടർഫ്ലൈ പിടിച്ച് കളിച്ച് 2 മിനിറ്റ് കഴിയുമ്പോ എന്താകും? അതിന്റെ ചിറകല്ല ഇവരെ കയ്യിൽ, അതിനെ കൊല്ലും അല്ലേ? പിന്നെ ഓർമ്മയുണ്ട, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊക്കെ ഈ 1 രൂപയ്ക്ക് കളർ കോഴിക്കുഞ്ഞ് കിട്ടിയ ഓർമ്മയുണ്ട? സൈക്കിളിലൊക്കെ വെച്ച് ഓർമ്മയുണ്ട? അങ്ങനെ ഒരു കാലം അല്ലേ? 1 രൂപ ചീപ്പാണ്. നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് 5 6 കളിക്കാൻ വാങ്ങിച്ചു കൊടുത്തത്. ഓർമ്മയുണ്ടാ? കോഴിക്കുഞ്ഞ് 2 ദിവസത്തിൽ അതിന്റെ കഥ എന്താവും? എത്രണ്ണം! ഇഷ്ടം പോലെ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ചിലർക്ക് ലീലയുണ്ട്. വീട്ടിൽ വൈകുന്നേരം ടേബിൾ ടെന്നീസ് ഉള്ള മറ്റേ കൊതുക് ചെയ്യുന്നുണ്ടായില്ലേ? ഇഷ്ടം പോലെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ മാണ്ഡവ്യ ഋഷി കുഞ്ഞായിരുന്ന സമയത്ത് ഇതെല്ലാം സൂചിയും നൂലും കൊണ്ട് തച്ചു. അപ്പൊ യമൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തത് കൊണ്ട് അങ്ങേക്ക് ഇങ്ങനത്തെ മരണം. മാണ്ഡവ്യ ഋഷി പറഞ്ഞു, ഈ ഒരു ന്യായം ഞാൻ സ്വീകരിക്കില്ല, സമ്മതിക്കുകയില്ല. 5 വയസ്സിൽ അറിയാപ്രായത്തിൽ ചെയ്തതിന് ഇത്ര വലിയ തെറ്റാണ്. ഉടനെ ഈ ധർമ്മൻ യമൻ പറഞ്ഞു, അത് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. 5 വയസ്സ് കുഞ്ഞു കൊണ്ടുപോയി വിരല് വിളക്കിൽ വെച്ചാലും പൊള്ളും, 50 വയസ്സുകാരൻ വിളക്ക് തീയിൽ വെച്ചാലും പൊള്ളും. ധർമ്മവും ന്യായവും എല്ലാവർക്കും ഒന്നാണ്. മാണ്ഡവ്യൻ സമ്മതിച്ചില്ല. അത് ഞാൻ ഒരിക്കലും ഈ ന്യായം സ്വീകരിക്കുകയില്ല. അങ്ങും മനുഷ്യനായി ജനിച്ചാലേ ഇത് മനസ്സിലാവൂ എന്ന് പറഞ്ഞ് യമധർമ്മനെ അങ്ങോട്ട് ശപിച്ചു. അത്ര തപോബലമുള്ള ആളാ ആര്? മാണ്ഡവ്യ ഋഷി. യമധർമ്മനെ അങ്ങോട്ട് ശപിച്ച് ആ യമധർമ്മനാണ് ആരായി ജനിച്ചത്? വിദുരരായി ജനിച്ചു. അപ്പൊ വിദുരര് ചോദിച്ചു, യമധർമ്മൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ കാര്യം ചെയ്തു. എനിക്ക് അങ്ങൊരു ലോ ബുക്കും തന്നിട്ടുണ്ട്, നീതി, അതനുസരിച്ചാണ് ഞാൻ ഈ കൃത്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ എനിക്കിത് സംഭവിച്ചത്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, പാപം ചെയ്യുന്നവരെ ശിക്ഷിച്ചു, അവസാനം എനിക്ക് ശാപം കിട്ടി. അതുകൊണ്ട് ധർമ്മരാജൻ ചോദിച്ചു, ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്, വ്യക്തമായി പറയുക എന്ന് ചോദിച്ചു. ആ ചോദ്യം വിദുരർ ചോദിച്ചപ്പോ കൂട്ടത്തിൽ കൂടി യുധിഷ്ഠിരനും, കാരണം യുധിഷ്ഠിരനെയും നമ്മൾ എന്താ പറയാ, ധർമ്മപുത്രർ എന്നാ പറയാ. ആ ചോദ്യ സംവാദം നടക്കുമ്പോൾ കൂട്ടത്തിൽ യുധിഷ്ഠിരനും കൂടി. യുധിഷ്ഠിരനും ചോദിച്ചു, എനിക്കും ഈ കൺഫ്യൂഷൻ ഉണ്ട്, ധർമ്മം എന്താന്ന് വെച്ചാൽ എന്താ? ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഒരു കള്ളം പോലും പറയാത്ത ആളാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ജീവിതം മുഴുവനും കള്ളം പറയാത്തവർ? ശരി, ഇന്നത്തെ ദിവസം 8-ാം തീയതി മണി ഇപ്പോൾ 3 ആയി.
ഇന്ന് രാവിലെ ഉണർന്നത് തൊട്ട് ഇതുവരെ കള്ളം പറയാത്തവരെത്രയുണ്ട് ഇന്നത്തെ ദിവസം? സമയം കിട്ടിയില്ല. എല്ലാവരും വീട്ടില് ഇസ്കോൺ പ്രോഗ്രാമിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണോ വന്നത്? എല്ലാ ഫാമിലി ആയിട്ടാണ്. അപ്പോ നമുക്ക് ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ പറ്റില്ല. പക്ഷെ യുധിഷ്ഠിരൻ ജീവിതകാലം കള്ളം പറഞ്ഞിട്ടില്ല. അത് കാരണം അദ്ദേഹത്തിന്റെ രഥം ഭൂമിയിലിരുന്ന് 6 ഇഞ്ച് മേലെ പറക്കത്തു, ഒരിക്കലും താഴെ വരില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് യുദ്ധത്തിന്റെ നടുക്ക് കൃഷ്ണ ഭഗവാൻ ഒരു ദിവസം പറഞ്ഞു, യുധിഷ്ഠിരടുത്ത് പറയാൻ പറഞ്ഞു, അശ്വത്ഥാമ മരിച്ചുപോയി എന്നൊരു കള്ളം പറയാൻ പറഞ്ഞു. പക്ഷെ ലൈഫ് ലോങ് കള്ളം പറയാത്തത് കൊണ്ട് അന്ന് ധർമ്മരാജൻ ഒന്ന് മടിച്ചു. ഞാൻ ജീവിതം മുഴുവനും കള്ളം പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഭഗവാനും പറഞ്ഞു, ഭീമന്റെ അടുത്ത് വിട്ടേക്ക്, യുധിഷ്ഠിരൻ മടിക്കാണ്, അദ്ദേഹത്തിന് തടസ്സപ്പെടുത്തണ്ട. നീ അതാ ഒരു ആന കാണുന്നില്ലേ, ആനയുടെ പേര് അശ്വത്ഥാമ, ചെന്ന് ആനയെ കൊന്നിട്ട് എന്നിട്ട് അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പൊ ഭീമൻ ഓടിച്ചെന്ന് ആനയെ കൊന്നു. യുധിഷ്ഠിരടുത്ത് പറയാൻ പറഞ്ഞു, അശ്വത്ഥാമ മരിച്ചുപോയി. അപ്പോഴും യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? അശ്വത്ഥാമ എന്ന ആന ചത്തുപോയി ഉറക്കെ പറഞ്ഞു. പക്ഷെ കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? പക്ഷെ അതുവരെ അദ്ദേഹത്തിന്റെ തറ തൊടാത്ത ധർമ്മമായ രഥം അന്ന് നിലം പതിച്ചു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ചെയ്തത് ശരിയാണോ തെറ്റാണോ? യുധിഷ്ഠിരൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? ഭഗവാൻ പറഞ്ഞത് കൊണ്ട്. ഇപ്പോ നമ്മൾ ഗീതയിൽ വായിക്കുന്നു, പത്രം പുഷ്പം ഫലം തോയം എന്ന ശ്ലോകം. അതുകൊണ്ട് നമ്മൾ ഇലവർഗ്ഗങ്ങൾ കഴിക്കും, പച്ചക്കറികൾ പഴങ്ങൾ കഴിക്കും, പാല് കുടിക്കും, ധാന്യം കഴിക്കും, ഇതൊക്കെ. ഇപ്പൊ അഥവാ നാളെ കൃഷ്ണ ഭഗവാൻ ശ്ലോകം മാറ്റി പറയാം, പത്രം പുഷ്പം ചിക്കൻ തോയം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത്രയാണ് കൃഷ്ണ ഭഗവാൻ പറഞ്ഞാല്. അപ്പോ ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം തു സാക്ഷാത് ഭഗവത്. ഭഗവാൻ കള്ളം പറഞ്ഞാൽ ധർമ്മരാജൻ എന്ത് ചെയ്തിരിക്കണം? അപ്പ കള്ളം പറഞ്ഞിരിക്കണം, അല്ലേ? ഇപ്പൊ ഗീതയിൽ തന്നെ നോക്കിക്കോളൂ, 4-ാം അധ്യായത്തിലോ 5-ാം അധ്യായത്തിലോ ഭഗവാൻ പറയുന്നു, ദേവഗണങ്ങളെ പൂജിക്കുന്നവർക്ക് ഞാൻ തന്നെയാണ് ദേവഗണങ്ങളിൽ കൂടെ എല്ലാ അനുഗ്രഹവും ചെയ്യുന്നത്. ഇനിയൊരു സ്ഥലത്ത് പറയുന്നു, ദേവന്മാരെ പൂജിക്കുന്നവർ മന്ദബുദ്ധികളാണ്. ഏത് ശ്ലോകം എടുക്കും? അതേപോലെ ഇനിയൊരു ശ്ലോകത്തിൽ പറയുന്നു, വേദങ്ങൾ രചിച്ചത് ഞാനാണ്, വേദത്തിന്റെ ലക്ഷ്യം ഞാനാണ്, വേദം എല്ലാം അറിഞ്ഞതും ഞാനാണ്. ഇനിയൊരു ശ്ലോകത്തിൽ പറയുന്നു, വേദങ്ങളുടെ മനസ്സിനെ കബളിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഭഗവത്ഗീതയ്ക്കകത്ത് തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. സമൂഹം സർവഭൂതേഷു നമേവേഷു അസ്തിന പ്രിയഃ. ഞാൻ എല്ലാവർക്കും സമമാണ്, എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല, ആരോടും പ്രിയവും ഇല്ല. 3-ാമത്തെ വരിയിൽ എന്നെ ഭജിച്ചു കഴിഞ്ഞാൽ അവരെ പ്രത്യേകം നോക്കുക. ഈ ഗവൺമെന്റ് ഓഫീസ് പോലെ മേശയുടെ അടിയിൽ 10 രൂപ കൊടുത്താൽ ഞാൻ അവരെ പ്രത്യേകം നോക്കും. ആദ്യം പറഞ്ഞു, ഞാൻ എല്ലാവർക്കും സമനാണ്, ആരോടും ദേഷ്യമില്ല, ആരോട് പ്രിയവും ഇല്ല, പക്ഷെ എന്റെ നാമം ചൊല്ലിയാൽ ഞാൻ പ്രത്യേകം നോക്കിക്കോളാം. അപ്പൊ ഭഗവാൻ സമനാണോ പാർഷ്യലാണോ? പാർഷ്യലാണ്, അല്ലേ? അപ്പോ ധർമ്മം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ, അതാണ് 6th ക്വസ്റ്റ്യന്റെ ആൻസർ. ഭഗവാനെ പാലിക്കുക, ആ ധർമ്മം ഭാഗവതത്തിനെ ആശ്രയിച്ചു. എന്താണ് 6-ാമത്തെ ചോദ്യം? ഭഗവാൻ ഭൂമിയിലിരുന്ന് ദ്വാപരയുഗത്തിന്റെ അവസാനം തിരോധാനം ചെയ്തപ്പോ ധർമ്മം എന്തിനെ ആശ്രയിച്ചു? ഭാഗവതത്തിനെ ആശ്രയിച്ചു. പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭാഗവതത്തിനും കൃഷ്ണനും യാതൊരു വ്യത്യാസവുമില്ല. കൃഷ്ണൻ പറയുന്നത് സത്യം. ഗുരുവായൂർ നടയിൽ എഴുതി വെച്ചിരിക്കില്ലേ, സത്യം പരം ധീമഹി. ആ പരമസത്യമാണ് കലികാലത്തില് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശ്രീമദ് ഭാഗവതം ആചരിക്കുന്നവർ കൃഷ്ണനെ ആചരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവർ കൃഷ്ണനെ ചെയ്യും. കാരണം ഭഗവത് ധർമ്മം അവിടെ ആശ്രയിച്ചു.
അല്ലാതെ ഈ ലോകത്ത് ഒത്തിരി പേര് പറയാറുണ്ട്, ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഓർമ്മ വെച്ച കാലം തൊട്ട് ആരെയും വഞ്ചിച്ചിട്ടില്ല, ഞങ്ങളൊരു കള്ളം പറഞ്ഞിട്ടില്ല, ഞാൻ എത്രയോ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്, ഞാൻ ആർക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാം. പക്ഷെ ഇതെല്ലാം ചെയ്താലും അവർ അധർമ്മികളാണ്. എന്തുകൊണ്ടാണ്? ഭഗവാനെയും ഭാഗവതത്തിനെയും അവർ ആശ്രയിച്ചിട്ടില്ല. ഓക്കെ, ശരി, നോക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. മാതാജി പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പകുതിയായിട്ടാണ് വന്നത്. എന്നാൽ ശരി, ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ, ഭഗവാൻ പോയപ്പോൾ ധർമ്മം. ഓക്കെ, മാതാജി പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6. ശരി, എന്നാൽ 6 ഓർമ്മയുള്ള ക്വസ്റ്റ്യൻ പറയും. ഹ്യൂമൻ ലൈഫിന്റെ സുപ്രീം ഡ്യൂട്ടി. ഓക്കെ, പ്രഭുക്കന്മാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 6 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർക്കും ഓർമ്മയില്ല? മാതാജിമാർക്കാണ്. സെക്കൻഡ്, ശാസ്ത്രങ്ങളുടെ, ഇന്ന് വിമൻസ് ഡേ ആണ്, അവരെ സൈഡാണ് പവർഫുൾ. ശരി, ശാസ്ത്രങ്ങളുടെ സാരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി കൃഷ്ണൻ. 4 പുരുഷാവതാരം. 5 ലീലാവതാരം. ഈ 6 ക്വസ്റ്റ്യൻ ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ ഋഷിമാർ ചോദിക്കുകയും സൂത പൗരാണികൻ, അതായത് സുഖമഹർഷി, ഈ 6 ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതാണ് ഭാഗവതം. ഇതിൽ ഒരു പ്രധാന ശ്ലോകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ എസൻസ് മനസ്സിലാകും. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിലൂടെ ഏകദേശം എല്ലാത്തിൻ്റെയും ഉത്തരമായി വരും. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അദോഷജേ അഹൈതുകി അപ്രതിഹത യയാത്മ സുപ്രസീദതി. സവൈ, ആ മനുഷ്യൻ, പരമമായ, അവൻ ചെയ്യേണ്ട പരമമായ ധർമ്മം ഭഗവാൻ അധോക്ഷജന്റെ അടുത്ത് ഭക്തി വെച്ച് പുലർത്തുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രൈമറി ഡ്യൂട്ടി എന്താണ്? ഭഗവാന്റെ അടുത്ത് ഭക്തി വെച്ച് പുലർത്തുക. ആ ഭക്തി എങ്ങനത്തായിരിക്കണം? അഹൈതുകി അപ്രതി, അതിലൊരു ഹേതു, ഒരു കാരണം പാടില്ല, അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. അല്ലേ? ഇപ്പൊ നമ്മളടുത്ത് പ്രജപിക്കും, ജപിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? അമ്പലത്തിൽ വരും, അമ്പലത്തിൽ വന്നാൽ എന്ത് കിട്ടും? എനിക്കെന്ത് കിട്ടും എന്ന് ആൾക്കാർ ചോദിക്കും. അങ്ങനെ ഫലം പ്രതീക്ഷിക്കാതെ ഭക്തി ചെയ്യണം. പിന്നെ ചെയ്യാൻ ഒരു കാരണവും പാടില്ല. അത് എന്താ പറയാ, നിസ്വാർത്ഥമാണ്. അങ്ങനത്തെ ഭക്തി ചെയ്യുന്നത് ഏറ്റവും വരും. അതുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷമായ ഗുണങ്ങൾ തരും, ദോഷം തരും, പരീക്ഷണങ്ങളുണ്ടാകും, ലൈഫിലെല്ലാം ഉണ്ടാകും. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് നല്ലതായിരിക്കും. അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാഭാരതത്തിലൊരു സുന്ദരമായ കഥ. ഒരു ദിവസം കൃഷ്ണനും അർജുനനും ഇങ്ങനെ സംസാരിച്ച് ദ്വാരകയിൽ രഥത്തിൽ ഇങ്ങനെ ഒരുപാട് അകലെ പോയി. അവർ കൂട്ടുകാർ സംസാരിച്ച് എവിടെയോ എത്തി. അപ്പോഴേ അർജുനൻ പറയുന്നത് വിശക്കുന്നു. അപ്പൊ കാട്ടിനകത്ത് നോക്കിയപ്പോൾ ഒന്നിനെയും കാണാനില്ല. ദൂരെ നോക്കിയപ്പോൾ ഒരു വയസ്സായ മുത്തശ്ശി ഒരു കുടിലിൽ ഇരിക്കുന്നു. ഇവർ 2 പേരും അവിടെ ചെന്ന് കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ 2 പേരും ബലരാമൻ, അർജുനനും ബലരാമൻ, അർജുനനും ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും നിങ്ങൾ വന്നത് എനിക്ക് വലിയ സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞ് ആ മുത്തശ്ശിക്ക് ആകപ്പാട് ഉണ്ടായിരുന്ന ഒരു പശു. ആ പശു ഇന്ന് കുറച്ച് പാലും കറന്ന് 2 പേർക്ക് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു. വലിയ സന്തോഷം, മുത്തശ്ശിക്ക് വലിയ സന്തോഷം. കൃഷ്ണൻ വന്നു, കൂടെ അർജുനനും വന്നു. ഇവരെയൊക്കെ കാണാൻ പറ്റി, വലിയ ഭാഗ്യം, സന്തോഷം, ഉയർന്ന ഭക്തയാണ്. അപ്പൊ തിരിച്ച് രഥത്തിൽ വരുമ്പോൾ അർജുനൻ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് തീർച്ചയായിട്ടും ആ മുത്തശ്ശിക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കും. കാരണം എത്ര വലിയ സേവനമാണ് ചെയ്തത്, അല്ലേ? അനുഗ്രഹിച്ചിട്ടുണ്ടാവും. എന്താണ് ആ അനുഗ്രഹം? ഭഗവാൻ പറഞ്ഞു, ആ പശു ചത്തുപോട്ടെ എന്ന് ഞാൻ. ആ പശു ചത്തു. അപ്പൊ അർജുന, ഭഗവാൻ എത്ര വലിയ സഹായം ആ മുത്തശ്ശി ചെയ്തു, എന്നിട്ടും അങ്ങ് കാണിച്ചത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളും ആദ്യം അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ആ പശു മാത്രമാണ് ആ മുത്തശ്ശിയുടെ ഭൗതിക ലോകത്തിലുള്ള ഏക ബന്ധനം. ഇല്ലേ? ചില പശു വളർത്തുന്നവർക്ക് അറിയാം, രാവിലെ കുളിപ്പിക്കണം, പാല് കറക്കണം, പുല്ല് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ അവിടെ വിളിക്കുന്നു, വൈകുന്നേരം നോക്കണം. വലിയ ജോലിയാണ് പശുവിനെ നോക്കുന്നത്, അല്ലേ? എത്ര പേര് വീട്ടിൽ പശു ഉണ്ട്? 1-2 പേരുടെ കയ്യിൽ. വലിയ, വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റില്ല. ആ മുത്തശ്ശിയുടെ ഭൂമിയിൽ
മുത്തശ്ശിയിൽ ഉണ്ടായിരുന്ന ഏക ബന്ധനം ഏതാണ്? അത് കട്ടായപ്പോ മുത്തശ്ശി എങ്ങോട്ട് പോയി? അപ്പൊ ആ അനുഗ്രഹം നല്ലതാണോ ദോഷമാണോ? പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചിന്തിച്ചു? അത് നമുക്കറിയില്ല നമുക്ക് എന്താണെന്നുള്ളത്. പക്ഷെ ആർക്കറിയാം? അപ്പോ അഹൈതുകി അപ്രതിഹത, ഫലം പ്രതീക്ഷിക്കാതെ കാരണമില്ലാതെ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുപ്രസീദതി, ഏറ്റവും ഉയർന്ന പ്രസാദം നമുക്ക് കിട്ടും, അനുഗ്രഹം. അതെന്താണ്? തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോകുക. ഹരേ കൃഷ്ണ. ബാക്കി 5 ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ ഇവിടെ എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാമിൽ വന്നാൽ ഇവിടെ കിട്ടുന്നത്.